നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് സെറ്റ്സ്. സെറ്റ്സിൻ്റെ ടൈപ്പുകളെ കുറിച്ച് പഠിക്കാം. നമുക്ക് 4 ടൈപ്പ് ഓഫ് സെറ്റ്സ് ആണുള്ളത്. ഓക്കെ, ദർ ആർ 4 ടൈപ്സ് ഓഫ് സെറ്റ്സ്. എംപ്റ്റി സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഈക്വൽ സെറ്റ്സ്. ഇതാണ് 4 ടൈപ്സ് ഓഫ് സെറ്റ്സ് ഉള്ളത്. ഫസ്റ്റ് എംപ്റ്റി സെറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഈസ് കോൾഡ് എൻ എംപ്റ്റി സെറ്റ്. എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റുകളെയാണ് എന്ത് പറയുന്നത്? എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെറ്റിനകത്ത് ഒരു എലമെൻറ്റ്സും ഉണ്ടാവില്ല. എംപ്റ്റി സെറ്റിനെ മറ്റ് നെയിംസിലും അറിയപ്പെടുന്നുണ്ട്. നൾ സെറ്റ് അഥവാ വോയിഡ് സെറ്റ്. ഓക്കെ, ഇങ്ങനെ 3 പേരിലും ഈ സെറ്റ് അറിയപ്പെടുന്നുണ്ട്. എംപ്റ്റി സെറ്റ്, നൾ സെറ്റ്, വോയിഡ് സെറ്റ്. ഇതിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇനി എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൈ എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു സെറ്റ് എഴുതിയിട്ട് അതിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ആ സിമ്പിളും നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ 2 തരത്തിലും എംപ്റ്റി സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു പക്ഷേ ഫൈ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതുപോലെ ബ്രേസസ് മാത്രം ഇട്ടിട്ടുണ്ടാവും, അകത്തെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ. എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. സെറ്റ് ഓഫ് ബോയ്സ് ഇൻ എ ഗേൾസ് സ്കൂൾ. ബോയ്സിൻ്റെ കളക്ഷനാണ് എവിടെയുള്ളത്? ഗേൾസ് സ്കൂളിൽ. പക്ഷേ ഗേൾസ് സ്കൂളിനകത്ത് ബോയ്സ് ഉണ്ടാവില്ല. ഗേൾസ് സ്കൂളിനകത്ത് ഗേൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എന്താണ്? ഒരു എംപ്റ്റി സെറ്റാണ്. നമുക്കിതിനെ ഫൈ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എംപ്റ്റി ആയ കേളി ബ്രേസസ് വെച്ചിട്ടും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ. അടുത്ത ടൈപ്പ് ഓഫ് സെറ്റാണ് ഫൈനൈറ്റ് സെറ്റ്. എ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി ഓർ കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. അതായത് ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിനകത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് 5 എണ്ണമാണ്, അല്ലെങ്കിൽ 6 എണ്ണമാണ്. അങ്ങനെ പറയുന്നതാണ് ഫൈനൈറ്റ് സെറ്റ്. ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്. ഒരാഴ്ചയിലുള്ള ദിവസങ്ങളെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ സെറ്റ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഇതൊക്കെയാണ് സെറ്റ് ഓഫ് ഡേയ്സ് ഇൻ എ വീക്കിനകത്തുള്ള എലമെൻറ്റ്സ്. ഇത് ഒരു ഫൈനൈറ്റ് നമ്പറാണ്. അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഇത്രയും ഡേയ്സ് ആണ് ഈ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ്. ഇത് 7 എണ്ണം ഉള്ളത്. ദർ ആർ 7 എലമെൻറ്റ്സ്. If there is finite number of elements, we can say it is a finite set. Number of elements finite ആയി കഴിഞ്ഞാൽ അതിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക, എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ഫൈനൈറ്റ് സെറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എംപ്റ്റി സെറ്റ് എന്താണ്? 0 ആണ്. അതിനകത്ത് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയുക? 0 നമ്പർ ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സ് ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുന്നതും ഒരു ഫൈനൈറ്റ് ആണ്. 0 എന്ന് പറയുന്നതും ഒരു ഫൈനൈറ്റ് നമ്പർ ആണല്ലോ. അതുകൊണ്ട് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയുന്നതും ഒരു ഫൈനൈറ്റ് സെറ്റ് തന്നെയാണ്. ഇൻഫൈനൈറ്റ് സെറ്റ്. എ സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആവുമ്പോഴാണ് ആ സെറ്റിനെ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയധികം എലമെൻറ്റ്സ് ഉണ്ടാവും. ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന എലമെൻറ്റ്സ് ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള കളക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു കളക്ഷൻ. അതെങ്ങനെയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യുക? സെറ്റ് ഓഫ് 1, 3, 5, എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എത്ര വരെ ഉണ്ട്? ഇൻഫൈനൈറ്റ് വരെ പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇൻഫൈനൈറ്റ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെഫിനിറ്റ് അല്ല, അത് ഇൻഡെഫിനിറ്റാണ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എത്ര ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഈ സെറ്റിന് എന്ത് വിളിക്കാം? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഇൻഫൈനൈറ്റ് സെറ്റിനകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നും പറയാം. എലമെൻറ്റ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺലിമിറ്റഡ്, ലിമിറ്റഡ് അല്ല. ഫൈനൈറ്റ് സെറ്റിനകത്ത് എലമെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് സെറ്റിനകത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്തായിരിക്കും?
അൺലിമിറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ഈക്വൽ സെറ്റ്സ്. 2 sets A and B are said to be equal if they have exactly the same elements. എയും ബിയും എന്ന് പറയുന്ന രണ്ട് സെറ്റുകൾ ഈക്വൽ ആകുന്ന കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടിനകത്തുള്ള എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. എ എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ളതും ബി എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ളതും ഒരേ എലമെൻറ്റ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? എ ആൻഡ് ബി ആർ ഈക്വൽ, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ രണ്ട് സെറ്റ് എടുക്കാം. A is equal to set of 1, 2, 3, 4 and B is equal to set of 3, 1, 4, 2. ഇനി ഇതിനകത്തുള്ള എലമെൻറ്റ്സിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇതിനകത്തുള്ള എലമെൻറ്റ്സ് 1, 2, 3, 4. ഈ 4 എലമെൻറ്റ്സും എയുടെ അകത്തും ബിയുടെ അകത്തും സെയിം ആണ്. ഈ രണ്ട് സെറ്റിനകത്തുള്ള എലമെൻറ്റ്സും സെയിം എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഈ സെറ്റ്സിനെ നമുക്ക് എന്ത് പറയാം? ഈക്വൽ സെറ്റ്സ് എന്ന് പറയാം. So, A is equal to B. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ കൺസിഡർ ചെയ്യാം. A is equal to set of 1, 2, 3, 4 and B is equal to set of 3, 1, 2. സെറ്റ് എയുടെ അകത്തുള്ള 1, 2, 3 എന്ന് പറഞ്ഞ ഈ 3 എലമെൻറ്റ്സും ബിയുടെ അകത്തുണ്ട്. എന്നാൽ 4 എന്ന് പറഞ്ഞ എലമെൻറ്റ് ബിയുടെ അകത്ത് മിസ്സിംഗ് ആണ്. എക്സാക്ട്ലി സെയിം എലമെൻറ്റ്സ് എയും ബിയുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്താണ്? ഒരു എലമെൻറ്റ് മിസ്സിംഗ് ആണുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എ നോട്ട് ഈക്വൽ ടു ബി. ഇവിടെ എയും ബിയും ഈക്വൽ അല്ല. ടൈപ്സ് ഓഫ് സെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് സോൾവ് ചെയ്യാം. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഇനി താഴെ തരുന്ന സെറ്റുകളിൽ വെച്ചിട്ട് ഏതൊക്കെ ഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് എന്ന് പറയണം. സെക്ഷൻ 1. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഈ സെറ്റ് ഫൈനൈറ്റ് ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ. ക്വസ്റ്റ്യനിൽ തന്ന സെറ്റിനകത്ത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷനാണ് എക്സ് ബിലോങ്സ് ടു എൻ, അതായത് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് കണ്ടീഷനാണ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. ഇനി എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അതായത് എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2. സോ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ and x minus 1 into x minus 2 equal to 0 is equal to set of 1, 2. ഇനി ഈ സെറ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് രണ്ട് എലമെൻറ്റ്സ് ആണുള്ളത്. അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എന്താണ്? ഒരു ഫൈനൈറ്റ് സെറ്റാണ്. നെക്സ്റ്റ് ഈസ് സെക്ഷൻ 2. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. സൊല്യൂഷൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് കണ്ടീഷനാണ് എക്സ് ബിലോങ്സ് ടു എൻ, അഥവാ എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ക്യാപിറ്റൽ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെയാണ്. സെക്കൻഡ് കണ്ടീഷനാണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 2. സോ നമുക്കിവിടെ എഴുതാം എക്സ് ഈസ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഈക്വൽ ടു മൈനസ് 2. ഈ രണ്ട് വാല്യൂസും എക്സിന് പോസിബിൾ ആണ്. പക്ഷേ ആസ് പെർ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. എക്സ് ഒരു നാച്ചുറൽ നമ്പറും കൂടിയാണ്. സോ സെക്കൻഡ് കണ്ടീഷനിലൂടെ നമുക്ക് കിട്ടിയ ആൻസർ എക്സ് ഈക്വൽ ടു 2ഉം എക്സ് ഈക്വൽ ടു മൈനസ് 2 ആണ്. ഇതിനകത്ത് മൈനസ് 2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു മൈനസ് 2 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ഈ സെറ്റിനകത്ത് ആകെ ഒരു എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് 2 ആണ്. സോ നമുക്ക് എഴുതാം സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ and x square is equal to 4 is equal to set of 2. ഇനി ഈ സെറ്റിനകത്ത് ഒരു എലമെൻറ്റേ ഉള്ളൂ, അതായത് ആ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലിമിറ്റഡ് ആണ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. സെക്ഷൻ 3. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് 2x minus 1 is equal to 0. സൊല്യൂഷൻ നോക്കാം. ഇവിടെയും സെറ്റിനകത്ത് രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷനാണ്
എക്സ് ബിലോങ്സ് ടു എൻ അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. സെക്കൻഡ് കണ്ടീഷനാണ് 2x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. സെക്കൻഡ് കണ്ടീഷനിൽ തന്ന 2x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ എക്സ്പ്രഷനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. പക്ഷേ ആസ് പെർ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണോ? അല്ല. അതുകൊണ്ട് തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞ വാല്യൂ എക്സിന് എടുക്കാൻ പറ്റില്ല. അതായത് ഈ സെറ്റിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് set of x such that x belongs to n and 2x minus 1 is equal to 0 is equal to 5. അതായത് അതൊരു എം ടി സെറ്റാണ്. ഇനി ഒരു എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 0 എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. അതായത് ഇതിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സെറ്റ് ഫൈനൈറ്റ് സെറ്റാണ്. സെക്ഷൻ 4. Set of x such that x belongs to n and x is prime. Solution. As per first condition, x belongs to n അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. x ഒരു നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ ഈസ് 1, 2, 3, 4, 5, 6, 7, 8 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? x ഈസ് പ്രൈം. x എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറും കൂടിയാണ്. സോ ഇതിനകത്തുള്ള പ്രൈം നമ്പേഴ്സിനെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. 2, 3, 5, 7 ഇതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രൈം നമ്പേഴ്സ്. ഇതിന് ശേഷവും പ്രൈം നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളത് എഴുതാത്തത് കൊണ്ട് നമുക്കതിനെ തൽക്കാലം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് പ്രൈം നമ്പേഴ്സും എങ്ങനെ പോകും? 2, 3, 5, 7, 11, 13 എക്സെട്ര അതും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് പ്രൈം is equal to set of 2, 3, 5, 7, 11 etc. up to infinity. ഈ സെറ്റിനകത്തും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലിമിറ്റഡ് ആണോ? അല്ല. അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ തന്ന സെറ്റ് എന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റാണ്. സെക്ഷൻ 5. Set of x such that x belongs to n and x is odd. സൊല്യൂഷൻ. ഇവിടെയും രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആസ് പെർ ഫസ്റ്റ് കണ്ടീഷൻ എക്സ് ബിലോങ്സ് ടു എൻ, അതായത് എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ ഈസ് 1, 2, 3, 4, 5, 6, 7, 8 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇനി ആസ് പെർ സെക്കൻഡ് കണ്ടീഷൻ എക്സ് ഈസ് ഓഡ്. എക്സ് നാച്ചുറൽ നമ്പർ മാത്രം ആയാൽ പോരാ, എന്തായിരിക്കണം? ഓഡ് നമ്പറും കൂടെ ആയിരിക്കണം. സോ സൊല്യൂഷനിൽ നമ്മൾ എഴുതിയ നാച്ചുറൽ നമ്പേഴ്സിനകത്തുനിന്ന് ഓഡ് നമ്പേഴ്സിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. 1, 3, 5, 7 ഈ 7ന് ശേഷം ഓഡ് നമ്പേഴ്സ് ഉണ്ട്. നമുക്കറിയാം 9, 11, 13, 15, 17, 19 എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റി വരെ ഇത് പോകും. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് ഓഡ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 3, 5, 7 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഈ സെറ്റിനകത്തും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, ഓർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ തന്ന സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ. ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് ഈക്വൽ സെറ്റ്സ് ഇഫ് എനി ആൻഡ് ഗിവ് റീസൺസ്. താഴെ നമുക്ക് കുറച്ച് സെറ്റ്സ് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 0, ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സ് ലെസ് ദാൻ 5. സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. D is equal to set of x such that x square is equal to 25. And E is equal to set of x such that x is an integral positive root of the equation x square minus 2x minus 15 is equal to 0. ഇവിടെ മെൻഷൻ ചെയ്ത 5 സെറ്റ്സ് A, B, C, D, E ഇതിനകത്ത് വെച്ചിട്ട് ഏതൊക്കെയാണ് ഈക്വൽ സെറ്റ്സ് അതിനെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷൻ നോക്കാം. രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്നത് എപ്പോഴാണ്? അതിനകത്തുള്ള എല്ലാ എലമെൻസും എക്സാക്ട്ലി സെയിം ആയിരിക്കണം. ഓക്കെ. ഇഫ് ബോത്ത് സെറ്റ്സ് കണ്ടെയ്ൻസ്, ഇനി ഈ സെറ്റ്സ് ഈക്വൽ ആണോ, ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം സെയിം ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ്റ്റർ ഫോം കണ്ടുപിടിക്കണം. റോസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഈസി ആയിട്ട് നമുക്ക് ഏതൊക്കെ സെറ്റ്സാണ് ഈക്വൽ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എ എന്ന് പറഞ്ഞ സെറ്റ് റോസ്റ്റർ ഫോമിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡയറക്റ്റ് എഴുതാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 0.
ഇനി ബി എന്ന് പറഞ്ഞത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സ് ഈസ് ലെസ് ദാൻ 5. അതായത് ബി എന്ന് പറഞ്ഞത് സെറ്റ് ഓഫ് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 15 ആയിരിക്കണം. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ലെസ് ദാൻ 5 ആയിരിക്കണം. 15നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം എന്ന് ഫസ്റ്റ് പറഞ്ഞു. അതിനുശേഷം എന്ത് പറഞ്ഞു? 5നേക്കാളും ചെറുതുമായിരിക്കണം. 15നേക്കാളും മേലെയായിരിക്കണം, 5നേക്കാളും താഴെ ആയിരിക്കണം. അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് അതൊരു എം ടി സെറ്റാണ്. സോ നമുക്ക് എന്ത് എഴുതാം? ബി ഈസ് ഈക്വൽ ടു എം ടി സെറ്റ്. അതിനകത്ത് എലമെൻറ്റ്സ് ഒന്നുമില്ല. ഇനി സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. ഇവിടെ തന്ന കണ്ടീഷൻ എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ സി എന്ന് പറഞ്ഞ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 5. നെക്സ്റ്റ് ഡി. ഡി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. ഇവിടെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്നാണ് തന്നിട്ടുള്ളത്. അതായത് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 25 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഓർ -5. +5 അല്ലെങ്കിൽ -5 ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. സോ ഡി എന്ന് പറഞ്ഞ സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതാം. ഡി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 5 -5. നെക്സ്റ്റ് ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻ്റഗ്രൽ പോസിറ്റീവ് റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് എന്ന് പറഞ്ഞത് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ പോസിറ്റീവ് സൊല്യൂഷൻ ആയിരിക്കണം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് 2 വാല്യൂസ് കിട്ടും. ഈ 2 വാല്യൂസും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കണം. സോ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്കിവിടെ ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു 5 കിട്ടും, എക്സ് ഈസ് ഈക്വൽ ടു -3 കിട്ടും. പക്ഷേ ആസ് പെർ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ഷുഡ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ എക്സ് കനോട്ട് ടേക്ക് ദ വാല്യൂ ഓഫ് -3. -3 എന്ന് പറഞ്ഞ വാല്യൂ എക്സിന് എടുക്കാൻ പറ്റില്ല. ഇ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ റോസ്റ്റർ ഫോം എന്തായിരിക്കും? ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 5. സോ ക്വസ്റ്റ്യനിൽ തന്ന സെറ്റിൻ്റെ ഒക്കെ റോസ്റ്റർ ഫോംസ് ഇപ്പോൾ എഴുതി. ഇനി ഈ റോസ്റ്റർ ഫോംസ് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം. സെറ്റ് സിയുടെ അകത്തും സെറ്റ് ഇയുടെ അകത്തുമുള്ള എലമെൻറ്റ്സ് സെയിം ആണ്. ദെർഫോർ വി ക്യാൻ റൈറ്റ് സി ഈസ് ഈക്വൽ ടു ഇ. അതായത് സെറ്റ് സിയും സെറ്റ് ഇയും ഈക്വൽ ആണ്. ബാക്കിയുള്ള സെറ്റ്സ് ഒന്നും ഈക്വൽ അല്ല. ഇനി എക്സസൈസ് 1.2 സോൾവ് ചെയ്യാൻ തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് നൾ സെറ്റ്? നൾ സെറ്റിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സെക്ഷൻ 1. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റ്. സൊല്യൂഷൻ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ നമുക്ക് സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിലെ എലമെൻസിനെ ഒന്ന് എഴുതാം. 1, 3, 5, 7, 9, 11 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇതിനകത്തു നിന്ന് 2 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പേഴ്സിനെ എടുത്തിട്ട് ഒരു കളക്ഷൻ ആക്കുക. ഇതിനകത്ത് ഡിവിസിബിൾ ബൈ 2 ആയിട്ടുള്ള നമ്പേഴ്സ് എന്താണുള്ളത്? ഒന്നും ഉണ്ടാവില്ല, നത്തിങ്. ഓക്കെ, ഓഡ് നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സെറ്റിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എം ടി സെറ്റ്. ഇതൊരു എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് ആണ്. സോ set of odd natural numbers divisible by 2 is a null set or empty set. Section 2. Set of even prime numbers. ഈ സെറ്റ് നൾ സെറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രൈം നമ്പേഴ്സിനെയൊക്കെ നമുക്കൊന്ന് എഴുതാം. ദാറ്റ് ഈസ് 2, 3, 5, 7, 11 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് എന്ത്? പ്രൈം നമ്പേഴ്സ്. ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്. ഇനി ഇതിനകത്തുനിന്ന് ഈവൺ പ്രൈം നമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതിനകത്തുള്ള ഈവൺ പ്രൈം നമ്പർ ഏതാണ്? 2. 2 എന്ന് പറഞ്ഞ ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ ഈവൺ പ്രൈം നമ്പർ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഓടാണ്. 3, 5, 7, 11, 11ന് ശേഷം വരുന്ന 13, 17 ഇതൊക്കെ ഓഡ് പ്രൈം നമ്പേഴ്സാണ്, ഈവൺ അല്ല. ഈവൺ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ, ദാറ്റ് ഈസ് 2. സോ നമുക്ക് ഈ സെറ്റിനെ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് 2. ഇതിനകത്ത് ഒരു എലമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നൾ സെറ്റ് അല്ല. സോ വി ക്യാൻ റൈറ്റ് സെറ്റ് ഓഫ് ഈവൺ പ്രൈം നമ്പേഴ്സ് ഈസ് നോട്ട് എ നൾ സെറ്റ്.
Section 3. Set of x such that x is a natural number, x less than 5 and x greater than 7. Solution. ഇവിടെ തന്ന കണ്ടീഷൻ എന്താണ്? x should be less than 5 and x should be greater than 7. 5-നേക്കാളും താഴെ ആയിരിക്കണം, അതുപോലെ തന്നെ 7-നേക്കാളും മേലെ ആയിരിക്കണം എന്താ എക്സിൻ്റെ വാല്യൂ. അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു നമ്പർ ഇല്ല, നത്തിങ്. സോ വിത്തൗട്ട് ഡൗട്ട് നമുക്ക് എന്ത് പറയാം? ഈ സെറ്റ് ഒരു എം ടി സെറ്റാണ് അല്ലെങ്കിൽ നൾ സെറ്റാണ്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7 ഈസ് എ നൾ സെറ്റ്. Section 4. Set of y such that y is a point common to any two parallel lines. y എന്ന് പറയുന്നത് രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള കോമൺ പോയിൻറ്റ്സ് ആണ് എന്നാണ് സെറ്റിൽ പറഞ്ഞിട്ടുള്ളത്. സൊല്യൂഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് രണ്ട് പാരലൽ ലൈൻസ് നമുക്ക് വരക്കാം. ഈ രണ്ട് ലൈൻസും പാരലലാണ്. ഇനി ഈ ലൈൻസ് തമ്മിലുള്ള കോമൺ പോയിൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ദർ ആർ നോ കോമൺ പോയിൻറ്റ്സ്. ഇവർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് രണ്ടിനും കോമൺ ആയിട്ടുള്ള മീറ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ടാവില്ല. സോ ഈ സെറ്റിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, അതായത് ഇതൊരു നൾ സെറ്റാണ്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ പോയിൻറ്റ് കോമൺ ടു എനി ടു പാരലൽ ലൈൻസ് ഈസ് എ നൾ സെറ്റ്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? നമുക്ക് തരുന്ന സെറ്റ്സ് ഫൈനൈറ്റ് ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും. സെക്ഷൻ 1. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. ഒരു ഇയറിനകത്തുള്ള മന്ത്സിൻ്റെ കളക്ഷൻ അത് ഫൈനൈറ്റ് ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ. ക്വസ്റ്റ്യനിൽ തന്ന സെറ്റിനെ റോസ്റ്റർ ഫോമിലേക്ക് നമുക്കൊന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇനി ഈ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മന്ത്സ് ആണ്. അത് എത്ര എണ്ണം ഉണ്ട്? 12. 12 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പറാണ്, അതായത് ഒരു ലിമിറ്റഡ് നമ്പറാണ്, നമുക്ക് കൗണ്ടബിൾ ആണത്. അതുകൊണ്ട് തന്നെ ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. സെക്ഷൻ 2. സെറ്റ് ഓഫ് 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഈ സെറ്റ് ഫൈനൈറ്റ് ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് കാണാൻ പറ്റും, അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ സെറ്റ് ഓഫ് 1, 2, 3 എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെയാണ്. നാച്ചുറൽ നമ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും. അതായത് 1, 2, 3, 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ പോവുകയാണത്. അതിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് അൺലിമിറ്റഡ് ആണ്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. സെക്ഷൻ 3. സെറ്റ് ഓഫ് 1, 2, 3 എക്സെട്ര 99, 100. ഈ സെറ്റ് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ. ഇവിടെ നമുക്ക് തന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 1, 2, 3 എക്സെട്ര 99, 100 എന്നാണ്. ഈ സെറ്റ് എന്താണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സെറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 1, 2, 3 എക്സെട്ര 99, 100. 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെയാണ് ഇത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 100 എലമെൻറ്റ്സ് ഉണ്ടാവും. 100 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് 1, 2, 3 എക്സെട്ര 99, 100 ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്.
Section 4. The set of positive integers greater than 100. 100ൻ്റെ മേലെയുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ സെറ്റ്. സൊല്യൂഷൻ. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 100 എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 100ൻ്റെ മേലെയുള്ള എല്ലാ ഇൻറ്റീജേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് സെറ്റ് ഓഫ് 101, 102, 103 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 200, 300, 1000, 50,000, 60,000 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 100ൻ്റെ മേലെയുള്ള എല്ലാ ഇൻറ്റീജേഴ്സും എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇത് ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്തായിരിക്കും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 100 ഈസ് ആൻ ഇൻഫിനൈറ്റ് സെറ്റ്. ഇതൊരു ഇൻഫിനൈറ്റ് സെറ്റാണ്. Section 5. The set of prime numbers less than 99. 99ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ്. സൊല്യൂഷൻ എഴുതാം. ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99 എന്ന് പറഞ്ഞത് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഇതൊക്കെയാണ് ഈ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ്. ഇതൊക്കെയാണ് 99ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ തന്ന എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സാണ്. ഓക്കെ, ഇതിനൊക്കെ 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ 29 എടുക്കുകയാണെങ്കിൽ 29ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 29. ഇനി ഈ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? 25 എന്ന് കിട്ടും. അതായത് ഈ സെറ്റിനകത്ത് 25 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഇനി ഈ 25 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99 ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. Question number 3. State whether each of the following set is finite or infinite. നമുക്ക് തരുന്ന സെറ്റ്സ് ഫൈനൈറ്റ് ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സെക്ഷൻ 1. The set of lines which are parallel to the x-axis. x-axisന് പാരലൽ ആയിട്ടുള്ള ലൈൻസിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ സെറ്റ്. സൊല്യൂഷൻ. ഈ സെറ്റിൻ്റെ എലമെൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു XY പ്ലെയിൻ കൺസിഡർ ചെയ്യാം. ഇനി ആസ് പെർ ക്വസ്റ്റ്യൻ ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു x-axis ഫൈനൈറ്റ് ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ x-axisന് പാരലൽ ആയിട്ടുള്ള ലൈൻസിനെ നമുക്ക് വരക്കാം. ഒരു ലൈൻ വരച്ചു, സെക്കൻഡ് ലൈൻ വരച്ചു, തേർഡ് ലൈൻ വരച്ചു, അതുപോലെ 4, 5, 6 എക്സെട്ര നമുക്ക് എത്ര നമ്പർ ഓഫ് ലൈൻസ് വേണമെങ്കിലും വരക്കാൻ പറ്റും x-axisന് പാരലലായിട്ട്. അതായത് വി ക്യാൻ ഡ്രോ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ലൈൻസ് പാരലൽ ടു x-axis. x-axisന് പാരലലായിട്ടുള്ള ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടാവും. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദിസ് സെറ്റ് എന്തായിരിക്കും? ഇൻഫിനൈറ്റ് ആയിരിക്കും. ഓക്കെ, അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈ സെറ്റിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. സെക്ഷൻ 2 ഓഫ് ക്വസ്റ്റ്യൻ 3. ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ ഒരു സെറ്റ്. സൊല്യൂഷൻ. ക്വസ്റ്റ്യനിൽ തന്ന സെറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ഇതിനകത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയുണ്ടാവുക? 26. ബിക്കോസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 26 ആണ്. അതുകൊണ്ട് തന്നെ ഈ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 26 ആണ്. 26 എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റാണ്. സെക്ഷൻ 3. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ൻ്റെ മൾട്ടിപ്പിൾ ആയ നമ്പേഴ്സിൻ്റെ സെറ്റ്. സൊല്യൂഷൻ. ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ നമുക്ക് കാണിക്കാം. ദറ്റ് ഈസ് സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് -15,
-10, -5, 0, 5, 10, 15, etc. up to positive infinity. ഇതിനകത്ത് രണ്ട് സൈഡിലും ഇൻഫിനിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദിസ് സെറ്റ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. സോ ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5 ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. സെക്ഷൻ 4. ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആനിമൽസിൻ്റെ സെറ്റ്. സൊല്യൂഷൻ. ഇതിൽ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല, ബിക്കോസ് ദ നമ്പർ ഓഫ് ആനിമൽസ് ഓൺ ദ എർത്ത് ഈസ് ലിമിറ്റഡ്. ഈ ഭൂമിയിലുള്ള ആനിമൽസ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. സെക്ഷൻ 5. ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ 0, 0. 0, 0 അഥവാ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസിൻ്റെ ഒരു കളക്ഷൻ. സൊല്യൂഷൻ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു XY പ്ലെയിൻ എടുക്കാം. ഇനി ഈ XY പ്ലെയിനിൻ്റെ സെൻറ്റർ അഥവാ ഒറിജിൻ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. യെല്ലോ ഡോട്ട് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരക്കാം. അതുപോലെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന മറ്റൊരു സർക്കിൾ വീണ്ടും നമുക്ക് വരക്കാൻ പറ്റി. ഇതുപോലെ നമുക്ക് ഒരുപാട് സർക്കിൾസ് വരക്കാൻ പറ്റും. ദാറ്റ് ഈസ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സർക്കിൾസ് ഇതിനകത്തൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ നമ്പർ ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. അൺലിമിറ്റഡ് നമ്പർ ഓഫ് സർക്കിൾസ് ഈ സെൻറ്ററിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് നമുക്ക് വരക്കാൻ പറ്റും. സോ ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ 0, 0 ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. Question number 4. In the following, state whether A is equal to B or not. Section 1. A is equal to set of A, B, C, D and B is equal to set of D, C, B, A. Solution. First question തന്ന സെറ്റ്സ് ഒന്നും കൂടെ എഴുതാം. A is equal to set of A, B, C, D and B is equal to set of D, C, B, A. ഇനി സെറ്റ് എയുടെ അകത്തും സെറ്റ് ബിയുടെ അകത്തുള്ള എലമെൻറ്റ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് രണ്ടിനകത്തുള്ള എലമെൻറ്റ്സ് എക്സാക്ട്ലി സെയിം ആണ്. എലമെൻറ്റ്സ് സെയിം ആണെങ്കിൽ ആ രണ്ട് സെറ്റും ഈക്വൽ തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് A is equal to B. Section 2. A is equal to set of 4, 8, 12, 16. B is equal to set of 8, 4, 16, 18. Solution. First നമുക്ക് തന്ന സെറ്റ്സ് രണ്ടും ഒന്നും കൂടെ എഴുതാം. A is equal to set of 4, 8, 12, 16 and B is equal to set of 8, 4, 16, 18. ഇനി ഈ രണ്ട് സെറ്റ്സും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെറ്റ് എയുടെ അകത്തുള്ള 12 എന്ന് പറഞ്ഞ എലമെൻറ്റ് സെറ്റ് ബിയുടെ അകത്ത് ഇല്ല. എയും ബിയും ഈക്വൽ ആണെങ്കിൽ രണ്ടിനകത്തുമുള്ള എലമെൻറ്റ്സ് എക്സാക്ട്ലി സെയിം ആയിരിക്കണം. പക്ഷേ ഇവിടെ സെയിം അല്ല. സോ വി ക്യാൻ റൈറ്റ് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. Section 3. A is equal to set of 2, 4, 6, 8, 10 and B is equal to set of x such that x is positive even integer and x less than or equal to 10. ഇവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റ് റോസ്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്. ബി എന്ന് പറഞ്ഞ സെറ്റ് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. സൊല്യൂഷൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സെറ്റും റോസ്റ്റർ ഫോമിലേക്ക് എഴുതണം. എ എന്ന് പറഞ്ഞ സെറ്റ് ഓൾറെഡി റോസ്റ്റർ ഫോമിലാണുള്ളത്. സോ അത് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 2, 4, 6, 8, 10. ബി എന്ന് പറഞ്ഞ സെറ്റ് സെറ്റ് ബിൽഡർ ഫോമിലാണുള്ളത്. അതായത് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് പോസിറ്റീവ് ഈവൺ ഇൻറ്റീജർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഈവൺ ഇൻറ്റീജേഴ്സ് ആണ്. 2, 4, 6, 8, 10, 12 എക്സെട്ര ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നത്. സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എക്സ് എന്ന് പറയുന്നത് 10നേക്കാളും ചെറുതായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. സോ പോസിറ്റീവ് ഈവൺ ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 4, 6, 8, 10 ഈ 5 എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് റോസ്റ്റർ ഫോം ഓഫ് ബി ഈസ് സെറ്റ് ഓഫ് 2,
4, 6, 8, 10. സോ രണ്ട് സെറ്റിൻ്റെയും റോസ്റ്റർ ഫോം എഴുതി. ഇനി ഇതിനകത്തുള്ള എലമെൻറ്റ്സ് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും സെറ്റ് എയുടെ അകത്തും സെറ്റ് ബിയുടെ അകത്തുള്ള എലമെൻറ്റ്സ് എക്സാക്ട്ലി സെയിം ആണ്. ദെർഫോർ വി ക്യാൻ റൈറ്റ് എ ഈസ് ഈക്വൽ ടു ബി. ഈ രണ്ട് സെറ്റ്സും ഈക്വൽ ആണ്. സെക്ഷൻ 4. A is equal to set of x such that x is a multiple of 10. B is equal to set of 10, 15, 20, 25, 30, etc. up to infinity. Solution. ഇവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എ ബി എന്ന് പറഞ്ഞിട്ട്. എ എന്ന് പറഞ്ഞ സെറ്റ് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്, ബി എന്ന് പറഞ്ഞ സെറ്റ് റോസ്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് രണ്ട് സെറ്റും ഫസ്റ്റ് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം. അതായത് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10ൻ്റെ മൾട്ടിപ്പിൾസ് ആയ സെറ്റ്. അതായത് എ ഈക്വൽ ടു എന്തായിരിക്കും, മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് -20, -10, 0, 10, 20, 30 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ റോസ്റ്റർ ഫോം. ബി എന്ന് പറഞ്ഞ സെറ്റ് റോസ്റ്റർ ഫോമിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എഴുതാം ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 10, 15, 20, 25, 30 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇനി ഈ രണ്ട് സെറ്റിൻ്റെയും റോസ്റ്റർ ഫോംസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ബിയുടെ അകത്തുള്ള 15, 25 എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് എയുടെ അകത്ത് മിസ്സിംഗ് ആണ്. സോ എക്സാക്ട്ലി സെയിം എലമെൻറ്റ്സ് അല്ല എയുടെ അകത്തും ബിയുടെ അകത്തും ഉള്ളത്. സോ വി ക്യാൻ റൈറ്റ് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. എയും ബിയും ഇവിടെ ഈക്വൽ അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 5. ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ഈക്വൽ? ഗിവ് റീസൺസ്. താഴെ നമുക്ക് തരുന്ന സെറ്റ്സ് ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൻ്റെ റീസൺസും പറയണം. സെക്ഷൻ 1. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 2, 3. ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. സൊല്യൂഷൻ. ഇവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എ എന്ന് പറയുന്നത് റോസ്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്, ബി എന്ന് പറഞ്ഞ സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. ഇനി ഈ സെറ്റ്സ് ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് തിങ് എന്താണ്, ഇത് രണ്ടിനെയും റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഓൾറെഡി എ എന്ന് പറഞ്ഞ സെറ്റ് റോസ്റ്റർ ഫോമിലാണുള്ളത്. സോ അത് ഡയറക്റ്റ് എഴുതാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 2, 3. ഇനി ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് എന്താണ്, സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 ആണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂസ്, അതാണ് ബിയുടെ അകത്തുള്ള എലമെൻറ്റ്സ്. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതിനകത്ത് എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, അതായത് 1. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, അതായത് 5. ആൻഡ് സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് നമ്പറാണ്, അതായത് ഇവിടെ 6. സോ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു -2 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു -3. ഇതാണ് എക്സിൻ്റെ സൊല്യൂഷൻസ്. അതായത് റോസ്റ്റർ ഫോം ഓഫ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് -2, -3. ഇനി എയുടെ അകത്തുള്ള എലമെൻറ്റ്സും ബിയുടെ അകത്തുള്ള എലമെൻറ്റ്സിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എയുടെ അകത്തും ബിയുടെ അകത്തുള്ള എലമെൻറ്റ്സ് എക്സാക്ട്ലി സെയിം അല്ല. ഓക്കെ, എലമെൻറ്റ്സ് സെയിം അല്ല. സോ വി ക്യാൻ റൈറ്റ് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. എയും ബിയും ഈക്വൽ അല്ല. സെക്ഷൻ 2. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് വോൾഫ്. സൊല്യൂഷൻ. ഇവിടെ എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് സെറ്റുകൾ സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. സോ ഈ സെറ്റ്സ് ഈക്വൽ ആണെങ്കിൽ ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം എക്സാക്ട്ലി സെയിം ആയിരിക്കണം. അതിനുവേണ്ടി എയുടെയും ബിയുടെയും റോസ്റ്റർ ഫോംസ് നമ്മൾ എഴുതണം. എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. അതായത് ഫോളോ എന്ന് പറഞ്ഞ വേർഡിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ കളക്ഷനാണ് എ എന്ന് പറഞ്ഞ സെറ്റ്. അതായത് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എഫ്, ഒ, എൽ, ഡബ്ല്യു. ഇവിടെ റിപ്പീറ്റഡ് എലമെൻറ്റ്സിന് ഒരു തവണ മാത്രമേ എഴുതാൻ പാടുള്ളൂ, അത് നോട്ട് ചെയ്യുക. അതുപോലെ ബി എന്ന് പറഞ്ഞത് എന്താണ്, സെറ്റ് ഓഫ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് വോൾഫ് ആണ്. വോൾഫ് എന്ന് പറഞ്ഞ വേർഡിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ. സോ വി ക്യാൻ റൈറ്റ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഡബ്ല്യു, ഒ, എൽ, എഫ്.
ഇനി എയുടെ അകത്തുള്ള എലമെൻസും ബിയുടെ അകത്തുള്ള എലമെൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ദേ ഹാവ് എക്സാക്ട്ലി സെയിം എലമെൻറ്റ്സ്. സെയിം എലമെൻറ്റ്സ് ആണ് എയുടെ അകത്തും ബിയുടെ അകത്തും ഉള്ളത്. സോ വി ക്യാൻ റൈറ്റ് എ ഈസ് ഈക്വൽ ടു ബി. എയും ബിയും ഈക്വൽ ആണ് ഇവിടെ. Question number 6. From the sets given below, select equal sets. താഴെ നമുക്ക് കുറച്ച് സെറ്റ്സ് തന്നിട്ടുണ്ട്. ആ സെറ്റ്സിനകത്ത് വെച്ചിട്ട് ഈക്വൽ സെറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ: സെറ്റ് എയുടെ അകത്തുള്ള എലമെൻറ്റ്സ് ബാക്കിയുള്ള സെറ്റിനകത്തുള്ള എലമെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സെറ്റ് എ ഈസ് നോട്ട് ഈക്വൽ ടു എനി അതർ സെറ്റ്. സെറ്റ് എ മറ്റൊരു സെറ്റുമായിട്ടും ഈക്വൽ ആവില്ല. ബിക്കോസ് 2, 4, 8, 12 എന്ന് പറഞ്ഞ എയുടെ അകത്തുള്ള എലമെൻറ്റ്സ് ബാക്കിയൊരു സെറ്റിനകത്തും ഇല്ല. ഓക്കെ. നെക്സ്റ്റ് ബിയുടെ അകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4. സെയിം എലമെൻറ്റ്സ് ഡി എന്ന് പറഞ്ഞ സെറ്റിനകത്തും ഉണ്ട്. 3, 1, 4, 2 എന്ന് പറഞ്ഞിട്ട് സെയിം ഓർഡറിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. ഷഫിൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ എലമെൻറ്റ്സ് സെയിം ആണെങ്കിൽ ആ സെറ്റ് ഈക്വൽ ആയിരിക്കും. സോ സെറ്റ് ബിയും സെറ്റ് ഡിയും ഈക്വൽ ആണ്. നെക്സ്റ്റ് സിയുടെ അകത്തുള്ള എലമെൻറ്റ്സ് 4, 8, 12, 14. ഈ എല്ലാ എലമെൻറ്റ്സും വരുന്ന മറ്റൊരു സെറ്റ് ഈ കൂട്ടത്തിലില്ല. അതുകൊണ്ട് സിയും ആരുമായിട്ടും ഈക്വൽ അല്ല. നെക്സ്റ്റ് ഇയുടെ അകത്തുള്ള എലമെൻറ്റ്സ് -1ഉം 1ഉം ആണ്. ആ സെയിം എലമെൻറ്റ്സ് ജി എന്ന് പറഞ്ഞ സെറ്റിനകത്തുണ്ട് 1ഉം -1ഉമായിട്ട്. ഓക്കെ. ഇവിടെയും ഷഫിൾ ചെയ്തിട്ടാണുള്ളത്. പക്ഷേ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. സോ ഇ ആൻഡ് ജി ആർ ഈക്വൽ. പിന്നീട് എഫ് എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് 0ഉം എയും ആണ്. ഈ രണ്ട് എലമെൻറ്റ്സ് മാത്രം വരുന്ന മറ്റൊരു സെറ്റ് ഇല്ല. സോ എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എനി അതർ സെറ്റ്. സിമിലർലി എച്ചിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0ഉം 1ഉം ആണ്. ഈ രണ്ട് എലമെൻറ്റ്സ് മാത്രമുള്ള മറ്റൊരു സെറ്റ് നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ പറ്റില്ല. സോ എച്ച് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു എനി അതർ സെറ്റ്. എച്ചും മറ്റൊരു സെറ്റുമായിട്ടും ഈക്വൽ ആകില്ല. സോ ഇവിടെ ഈക്വൽ സെറ്റ്സ് ഏതൊക്കെയാണ്? ബി ഈസ് ഈക്വൽ ടു ഡി ആൻഡ് ഇ ഈസ് ഈക്വൽ ടു ജി. ഇതാണ് ഈക്വൽ പെയർസ്.